ഇതെന്താ ഇങ്ങനെ ഭയങ്കരമായ സ്വപ്നോ? അവിടെ എന്തു സ്വപ്നം? ഇതൊരു സാധാരണ സ്വപ്നമല്ല. യുവാവും പ്രിഭയും സിംഹവുമെല്ലാം അവന്റെ സ്വപ്നത്തിന്റെ ഭാഗം മാത്രമായിരുന്നു. പക്ഷേ ആ സ്വപ്നം അവന്റെ ഉള്ളിൽ വലിയൊരു മാറ്റമുണ്ടാക്കി. തനിയെ നടക്കാൻ പോലും ഇപ്പോൾ അവൻ ഭയമില്ല. അഭിലാഷ് ധൈര്യശാലിയായ ബാലനായി, വരൂ, ഞാൻ സഹായിക്കാം. ഞാൻ മുന്നോട്ട് പോകും. സ്വപ്നം യാഥാർത്ഥ്യമല്ല, പക്ഷേ അത് എന്നെ ശക്തനാക്കി. പ്രസംഗ മത്സരത്തിൽ ആരെങ്കിലും പങ്കെടുക്കുന്നു? മുമ്പ് ഭയപ്പെട്ടിരുന്ന അഭിലാഷ് ഈ പ്രാവശ്യം ധൈര്യത്തോടെ കൈ ഉയർത്തി. ധൈര്യമുള്ളവൻ മാത്രമാണ് ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നത്. അടുത്ത ദിവസം രാവിലെ അഭിലാഷ് തന്റെ ഡയറി എഴുതിയിരിക്കുമ്പോൾ അമ്മ മുറിയിലേക്ക് വന്നു. എന്താ മോനെ, ഇത്ര ഗൗരവമായി എന്താണ് എഴുതുന്നത്? എന്റെ സ്വപ്നത്തെ കുറിച്ചാണ് ഞാൻ എഴുതുന്നത്. അയ്യോ, നമ്മുടെ വീട്ടിൽ ഒരു സ്വപ്നജീ ഉണ്ടായിരുന്നോ? അമ്മേ, കളിയാക്കട്ടെ. എന്താ മോനെ, നാണമായോ? അമ്മേ, സ്വർഗം എവിടെയാണ്? നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ സ്വർഗം ഉണ്ടാകുന്നു. അമ്മേ, നമുക്ക് ഇവിടെ തന്നെ ഒരു സ്വർഗം ഉണ്ടാക്കാൻ പറ്റില്ലേ? ഭൂമി സ്വർഗം പോലെയാകുമല്ലേ അമ്മേ? അതെ മകനെ, നമ്മുടെ മനസ്സാണ് സ്വർഗം ഉണ്ടാക്കുന്നത്. സ്നേഹവും സന്തോഷവും നിറഞ്ഞിടമാണ് യഥാർത്ഥ സ്വർഗം.